കായംകുളം ചിറക്കടവം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും ടി.കെ. മുഹമ്മദ് കുഞ്ഞ് ലബ്ബ മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ചിറക്കടവം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ആഘോഷവും ടി.കെ. മുഹമ്മദ് കുഞ്ഞ് ലബ്ബ മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണവും ചിറക്കടവം ലവ് ആൻഡ് കെയർ നഴ്സറിംഗ് സ്കൂളിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ നാട്ടുകൂട്ടായ്മകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജില്ലാതലത്തിലും ഇതിൻ്റെ തന്നെ അസോസിയേഷനിലെ കൂട്ടായ്മയായ കോർവ, പിന്നെ ഇപ്പോൾ പുതിയൊരെണ്ണം വന്നിട്ടുണ്ട് BRM, അങ്ങനെ ഇന്ത്യ മുഴുവനായും KCRA പോലുള്ള സംഘടനകൾ ഇന്ന് വളരെ ഫലവത്തായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഒരു നാട്ടുകൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായ മനുഷ്യൻ, പ്രത്യേകിച്ച് കേരളീയരായ ആൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ കേരളീയർ വളരെ വൃത്തിയുള്ളവരാണ്, കൃത്യമായി കുളിക്കുന്നവരാണ്. മറ്റ് സ്റ്റേറ്റുകൾക്കാരും അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കുളിക്കുക, വൃത്തിയായി നടക്കുക എന്നുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഒരു ദിവസം വിട്ടാൽ പോലും രണ്ടാം ദിവസം കുളിക്കുന്നവരാണ്. നമ്മുടെ ഈ മാലിന്യ സംസ്കരണത്തിനൊരു മാറ്റം വരണം. മാലിന്യ സംസ്കരണം മാറ്റം വരുത്തുന്നതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡസ്റ്റ്ബിനുകൾ കൂടുതലായി പല സ്ഥലങ്ങളിൽ വയ്ക്കുകയും ഈ ഡസ്റ്റ്ബിനുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഗുണമുള്ളൂ. അസോസിയേഷൻ പ്രസിഡന്റ് ഹക്കീം മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളൊരു സംഭവം വളരെ അപൂർവമായിട്ട് കേട്ടിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിൽ, തിരുവനന്തപുരം, എറണാകുളം, അല്ലെങ്കിൽ കൊച്ചി, പിന്നെ കോഴിക്കോട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും വ്യാപകമായി റെസിഡൻസ് അസോസിയേഷനുകൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈവൻ കേരളത്തിൽ ഇപ്പോൾ ഹക്കീം സാർ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു, എത്രയോ 70 കൂടെ അല്ലേ, എത്രയോ റെസിഡൻസ് അസോസിയേഷൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തിൽ ഇതിനകത്തുള്ള ഓഫീസ് ബെയറേഴ്സ് നല്ലൊരു ശതമാനവും പെൻഷനേഴ്സാണ്. അതായത് റിട്ടയർ ചെയ്തിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ അതിലാണ്. അപ്പോൾ ഈ വേദിയിലിരിക്കുന്നവരിലും അല്ലെങ്കിൽ സദസ്സിലുള്ളവരിൽ പോലും അധികവും ഈ ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യുവരക്തങ്ങൾ വളരെ കുറവായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഇവരുടെ ഒരു പക്ഷേ ഒരു വിധത്തിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, അതിനൊരു സാങ്കേതിക ഭാഷയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 50, 55, 56 വയസ്സെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ശരിയായ ആ ലൈഫിൻ്റെ ഒരു നല്ലൊരു, കാരണം കേരളത്തിനെ സംബന്ധിച്ചുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 70 വയസ്സിന് മുകളിലേക്കായിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള അവരുടെ പ്രവർത്തന രീതിയിൽ തുടങ്ങേണ്ട ഒരു സമയമാണ് ഈ 50, 55 വയസ്സ്. അപ്പം അതിനു മുമ്പേ ഒരു പ്രീമച്വറായിട്ട്, അതായത് മൂക്കുന്നതിന് മുമ്പ് പറഞ്ഞു വിടുന്ന ഒരു സ്വഭാവം ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുകയാണ്. മനസ്സിലായി? അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ അതിനൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മകൾ അവർക്ക് അവരുടെ ആ കഴിവ് തെളിയിക്കാനും അല്ലെങ്കിൽ അവർക്ക് ജനങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇതിൽ നിന്നുണ്ടാകുകയും തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണാട്ടുശ്ശേരിയിൽ ചൈത്രം ദേവാനന്ദ മെമ്മോറിയൽ നൽകിയ പഠനോപകരണങ്ങൾ വാർഡ് കൗൺസിലർ ലേഖ സോമരാജൻ വിതരണം ചെയ്തു. സെക്രട്ടറി KV വാസനരാജൻ, MAK ആസാദ്, TA നാസർ, ഭാമിനി സൗരഭൻ, PS ബേബി, അനിൽകുമാർ, ബിനു, അനിൽ അമ്പനാട്, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിര, പുന്നപ്ര ജ്യോതികുമാറും സംഘവും നയിച്ച നാടൻപാട്ട് എന്നിവയും നടന്നു. CDNet ന്യൂസ്, കായംകുളം.